بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. قول علي بن أبي طالب: حدثوا الناس بما يعرفون أتريدون أن يكذب الله ورسوله. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളോട് പരിചിതമായ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപരിചിതമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, ഗറായിബായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. قال رحمه الله: باب قول الله تعالى: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. അല്ലാഹു തആല നിഅമത്തുകളെ അവർ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു, പിന്നീട് അതിനെ അവർ നിഷേധിക്കുകയും ചെയ്തു. അതിന് അധികം ആളുകളും കാഫിരീങ്ങളാണ്. കിതാബ് തൗഹീദിൽ ഈ ബാബ് കൊണ്ടുവരാനുള്ള കാരണം, ഒന്ന്, നിഅമത്തുകളെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. അള്ളാഹുവിൽ നിന്നുള്ള നിഅമത്തുകളെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാം, അത് ആ വ്യക്തിയുടെ തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. لأن إضافة النعم إلى الله من كمال التوحيد. അതേസമയം അള്ളാഹു അല്ലാത്തവരിലേക്ക് നിഅമത്തുകളെ ചേർത്തി പറയുക എന്നുള്ളത് ആ വ്യക്തിയുടെ തൗഹീദ് ഫസാദായിട്ടുണ്ടെന്നതിന്റെ അടയാളമാണ്. ഇദാഫത്തു നിഅമ ഇലാ ഗൈരില്ലാ ഹദാ മിൻ ഫസാദി തൗഹീദ്. തൗഹീദിന്റെ ഫസാദിനെയാണത് സൂചിപ്പിക്കുന്നത്. തൗഹീദ് റുബൂബിയ്യത്തിലും ഉലൂഹിയത്തിലും സംഭവിക്കുന്ന ഫസാദാണ്. അപ്പൊ അല്ലാഹു അല്ലാത്തവരിലേക്ക് നിഅമത്തുകളെ ചേർത്തി പറയാന്നുള്ളത് തൗഹീദിന്റെ പോരായ്മയാണ്, ഉലൂഹിയത്തിലും റുബൂബിയത്തിലുമുള്ള പോരായ്മയാണ്. അതുകൊണ്ടാണ് തൗഹീദിന്റെ ഈ കിതാബില് ഈ നിഅമത്തിന് ബാബ് കൊണ്ടുവരാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ذكر هذا هنا لأن معرفة نعم الله عز وجل من أعظم ما يزيد الإيمان. അല്ലാഹുവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച് ഒരു വ്യക്തി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് അവന്റെ ഈമാൻ വർദ്ധിക്കാനുള്ള വളരെ ആദമായിട്ടുള്ള ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. ഒരുവന്റെ, ഒരു മുഅ്മിനിന്റെ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു ഏറ്റവും ഉന്നതമായ ഒരു കാരണമാണ് അള്ളാഹുവിന്റെ നിഅമത്തുകളെ അവൻ തിരിച്ചറിയുക എന്നുള്ളത്. മൂന്നാമത്തെ, സാലിസൻ ലിഅന്ന ഇൻകാറ നിഅം വഇദാഫതഹാ ഇലാ ഗൈരില്ലാഹ് തശബ്ബുഹുൻ ബിൽ മുശ്രിക്കീൻ. നിയമത്തുകളെ നിഷേധിക്കുകയും അതിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുകയും ചെയ്യുക എന്നുള്ളത് മുശ്രിക്കീങ്ങളോടുള്ള സാദൃശ്യപ്പെടലാണ്. قال الله عز وجل: يعرفون نعمة الله ثم ينكرونها. അവർ അല്ലാഹുവിന്റെ നിഅമത്തിനെ ആദ്യം മനസ്സിലാക്കി അതിനെ തിരിച്ചറിഞ്ഞു, അംഗീകരിച്ചു. ഏത് നിഅമത്താണ് ഈ ആയത്തിൽ പറയുന്നത്? യഅരിഫൂന നിഅമത്തല്ലാഹ്. ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വന്നിഅമ ഹുന ആമ്മ, ഏത് ആമായിട്ടുള്ള എല്ലാ നിയമത്തുകളും അതിൽ വരും. സവാഅൻ നിഅമത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ നിഅമത്തുൽ ഇസ്ലാം ഔ നിഅമ ദീനിയ ഔ ദുന്യവിയ. ഇവിടെ നിഅമത്തുല്ലാഹ് അല്ലെങ്കിൽ നിഅമത്തല്ലാഹ്, യഅരിഫൂന നിഅമത്തല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഇസ്ലാം എന്ന നിഅമത്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് തരത്തിലുള്ള നിഅമത്തും അതിന്റെ പരിധിയിൽ വരും. ദീനിയായിട്ടുള്ള നിഅമത്താകട്ടെ, ദുന്യവിയായ നിഅമത്താകട്ടെ, ആമായിട്ടുള്ള എല്ലാ നിഅമത്തും അവിടെ വരും. قال مجاهد ما معناه هو قول الرجل هذا مالي ورثته هذا مالي ورثته عن آبائي. എന്താണ് ഇതിന്റെ അർത്ഥം? മുജാഹിദ് റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു. മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞു, മുജാഹിദ് ബിൻ ജബർ, മുജാഹിദ് ബിൻ ജബർ വഹുവ ഇമാമുൻ ഫി തഫ്സീർ, ഖുർആനിലെ തഫ്സീറിലെ ഇമാമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, മുജാഹിദ് ബിൻ ജബർ. അതായത് എന്താണ് അർത്ഥം? ഒരു വ്യക്തി പറയുകയാണ്, ഹാദാ മാലി വരിസ്തുഹു അൻ ആബായി, ഇതെന്റെ സമ്പത്താണ്, എന്റെ പിതാക്കന്മാരിൽ നിന്നും പൂർവ്വപിതാക്കന്മാരിൽ നിന്നും എനിക്ക് അനന്തരാവകാശമായി കൊണ്ട് കിട്ടിയിട്ടുള്ള എന്റെ സമ്പത്താണ്, എന്റെ സ്വത്താണ് എന്നൊരു വ്യക്തി പറയുന്നു. അപ്പൊ ആ സമ്പത്ത് എന്ന് പറയുന്ന നിഅമത്തിനെ സ്വന്തത്തിലേക്കാണ് അവൻ ചേർത്തി പറഞ്ഞത്. അത് നിഅമത്തിനെ നിഷേധിക്കുന്നതിൽ പെട്ടതാണ്. നിഅമത്തിനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയാം എന്നുള്ളത് ആ നിഅമത്തിനെ നിഷേധിക്കുന്നതിൽ പെട്ടതാണ്. ഏതുപോലെ? ഈ വ്യക്തി പറഞ്ഞതുപോലെ. ഇദൻ മിൻ ഇൻകാരി നിഅമത്തില്ലാഹി അസ്സ വജൽ ഇദാഫത്തു നിഅമ ഇലാ ഗൈരില്ലാഹ്. അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിഷേധിക്കുന്നതിൽ പെട്ടതാണ് നിഅമത്തുകളെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയാം, ഇദാഫത്ത് ചെയ്യാം. അതിന്റെ പരിധിയിൽ വരുന്നതാണ് ഒന്നാമത്തത് മൻ ജഹദ നിഅം ബിൽ ലിസാനി വൽ ഖൽബ്. അതിന്റെ ഹുക്കുമുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ ഹുക്കും എന്താണ്? ഒന്നാമത്തത് മൻ ജഹദ നിഅം ബിൽ ലിസാനി വൽ ഖൽബ്, നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിഷേധിക്കുന്നവൻ ഫഹാദാ കാഫിറുൻ ബിലാ ശക്ക്. നാവ് കൊണ്ടും നിഷേധിക്കുന്നു, അവന്റെ മനസ്സുകൊണ്ടും ഖൽബ് കൊണ്ടും അല്ലാഹുവിന്റെ നിഅമത്തിനെ നിഷേധിക്കുന്നു, അവൻ കാഫിറാണെന്ന കാര്യത്തിൽ സംശയമില്ല. മൻ ജഹദ നിഅം ബിൽ ലിസാൻ വൽ ഖൽബ് ഫഹാദാ കാഫിർ. രണ്ടാമത്തെ സാനിയൻ മൻ അദാഫ ഇലാ ഗൈരില്ലാഹ്, അവൻ നിഅമത്തുകളെ അല്ലാഹു അല്ലാത്തവരിലേക്കാണ് ഇദാഫത്ത് ചെയ്യുന്നത്. അല്ലാഹു അല്ലാത്തവരിലേക്കാണ് അവന്റെ നിഅമത്ത്, അവൻ ലഭിച്ച നിഅമത്തുകളെ ചേർത്തി പറയുന്നെങ്കിൽ ഹാദാ മുശ്രിക് വഹാദാ ശിർകുൻ, ഹാദാ മുശ്രിക്, അത് ശിർക്കാണ്. ലിഅന്നഹു അദാഫഹാ ഖൽഖൻ വ ഈജാദൻ ലിഗൈരില്ലാഹ് ഹാദാ മുശ്രികുൻ, ഹാദാ മുശ്രികുൻ. അതായത് ഒരു നിഅമത്തിനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞാൽ അവിടെ ആ നിഅമത്തിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു അല്ലാത്തവർ സൃഷ്ടിച്ചു, അത് കൊണ്ടുവന്നു, അത് അല്ലാഹു അല്ലാത്തവരാണ് കൊണ്ടുവന്നത്, ഇതാണ് അൽസ്മിലുള്ളത്, അത് ശിർക്കാണ്, ആ വ്യക്തി മുശ്രിക്കായി തീരും. മൂന്നാമത്തത് മൻ അദാഫ നിഅം ഇലാ മാ ലൈസ ബിസബബിൻ, ഒരു നിഅമത്തിനെ ആ നിഅമത്തിന്റെ സബബല്ലാത്ത ഒന്നിലേക്ക് ഇദാഫത്ത് ചെയ്യുക. ഒരു നിഅമത്തിനെ അതിന്റെ സബബല്ലാത്ത ഒന്നിലേക്ക് ഇദാഫത്ത് ചെയ്യുക. ഉദാഹരണത്തിന് യഖൂൽ മുത്തിർനാ ബിനൗഇ കദാ വകദാ, ഇന്ന നക്ഷത്രം കാരണം നമുക്ക് മഴ വർഷിക്കപ്പെട്ടു എന്നൊരു വ്യക്തി പറയുന്നു. അപ്പൊ നക്ഷത്രം ഒരിക്കലും മഴയുടെ സബബല്ല. അപ്പൊ ആ മഴ എന്ന് പറയുന്ന നിഅമത്തിന്റെ സബബല്ലാത്തത് ഒന്നിനെ അതിലേക്ക് സബബായിക്കൊണ്ട് ഇദാഫത്ത് ചെയ്യുക. വഹാദാ ശിർകുൻ അസ്ഗർ, ഹാദാ ശിർകുൻ അസ്ഗർ ലിഅന്നഹു അദാഫ ഇലാ മാ ലൈസ ബിസബബ്. സബബല്ലാത്ത ഒന്നിലേക്ക് ആ നിഅമത്തിനെ അവൻ സബബാക്കുകയാണ്, അതിലേക്ക് ചേർത്ത് പറയുകയാണെങ്കിൽ അത് ശിർകുൻ അസ്ഗറാണ്. ഇനി ആ സബബ് തന്നെയാണ്
മഴ വർഷിപ്പിക്കുന്നത്, അപ്പൊ ആ നക്ഷത്രം തന്നെയാണ് മഴ വർഷിപ്പിക്കുന്നത് ഒരാൾ വിശ്വസിച്ചാൽ ഫാദ കാഫിർ, അത് ശിർക്കുൻ അക്ബറായിത്തീരും, ശിർക്കുൻ അക്ബറായിത്തീരും. നേരെ മറിച്ച് അതിനെ സബബാക്കുകയാണെങ്കിൽ, അല്ലാഹു തആല സബബാക്കാത്ത ഒന്നിനെ സബബാക്കുകയാണെങ്കിൽ അത് ശിർക്കുൻ അസ്ഗറാണ്. നാലാമത്തത് ഇദാ അദാഫഹാ ലിസബബിൻ ഹഖീഖി, ഇദാ അദാഫഹാ ലിസബബിൻ ഹഖീഖി വലം തകുൻ മുസ്തഖില്ല ഫഹാദാ ലാ യജൂസ്. അവന് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യത്തിലേക്ക്, സബബിലേക്ക് തന്നെയാണ് അതിനെ ഇദാഫത്ത് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള സബബിലേക്ക് തന്നെയാണ് ആ നിഅമത്തിനെ ഇദാഫത്ത് ചെയ്യുന്നത്, ചേർത്തി പറയുന്നത്. എന്നാൽ അത് മുസ്തഖിലായിട്ടുള്ള, അതായത് വേറിട്ട് തന്നെ നിൽക്കുന്ന, അതിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നിഅമത്തുമല്ല എങ്കിൽ അത് ഹറാമാണ്. ഇപ്പൊ എങ്ങനെ, ഏതുപോലെയാണ്? ഒരു വ്യക്തി പിന്നെ ഒരു പുഴയിൽ മുങ്ങാൻ പോവാണ്, മുങ്ങി മരിക്കാൻ പോവാണ്. അങ്ങനെ ഒരാൾ വന്ന് അയാളെ രക്ഷിച്ചു. അപ്പൊ അയാൾ പറയാണ് ലൗല അൻത ലഗരിഖ്തു, നീ ഇല്ലായിരുന്നെങ്കിൽ, നീ എന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ മുങ്ങി മരിച്ചേനെ. അവിടെ സബബ് ഹഖീഖി എന്താണ്? യഥാർത്ഥത്തിലുള്ള കാരണം ആ വ്യക്തി തന്നെയാണ്. പക്ഷേ ആ വ്യക്തിയെ കൊണ്ട് മുസ്തഖിലായി അവന് മാത്രം സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല അത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്റത്ത് കൊടുത്തോണ്ടാണ്. അത് ഹറാമാണ്, അതിന്റെ ഹുക്മ് ഹറാമാണ്. ഹുവ സബബുൻ അന്നഹു അൻഖദഹു ലാകിൻ ലാ യജൂസ് യഖൂൽ ലൗലാ അൻത. യഥാർത്ഥത്തിൽ അവൻ സബബാണ്, ആ വ്യക്തിയെ രക്ഷിച്ചു, പക്ഷേ നീ ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ള പ്രയോഗം, ആ സംസാരം പാടില്ല. അതേപോലെ ലൗലാ അൻത ലഹലക്തു, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ. ലൗലൽ കൽബ് ലസുരിഖൽ ബൈത്ത്, നായ ഇല്ലായിരുന്നെങ്കിൽ വീട്ടിൽ കള്ളം കയറിയേനെ, വീട് കൊള്ളയടിക്കപ്പെട്ടേനെ. അങ്ങനെയുള്ള സംസാരങ്ങൾ. ലൗലൽ ഹുറാസ് ലദഖലൽ അഅദ, കാവൽക്കാരില്ലായിരുന്നെങ്കിൽ ശത്രുക്കള് നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് പ്രവേശിച്ചേനെ. വഹാദാ സബബുൻ ഹഖീഖി അന്നഹും ദഅഫു അന്നഹു കാന സബബ ലാകിൻ ലാ യജൂസ് ഇദാഫത്തുഹാ ഇലൈഹി ഫഖത്. യഥാർത്ഥത്തിൽ അത് സബബാണെങ്കിൽ പോലും അവരിലേക്ക് മാത്രമാക്കിക്കൊണ്ട് അതിനെ ഇദാഫത്ത് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ് പറയാ? പറയേണ്ടത് ലൗലല്ലാ സുമ്മ കദ, ലൗലല്ലാ സുമ്മ കദ, ലൗലല്ലാ സുമ്മ അൻത. അങ്ങനെ പറയാം. അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ, പിന്നെ പിന്നെ നിന്റെ സഹായം. സുമ്മ, സുമ്മ എന്നുള്ള പ്രയോഗം അവിടെ കൊണ്ടുവരണം. ലൗലല്ലാ സുമ്മ അൻത. طيب وقال عون بن عبد الله يقولون لولا فلان لم يكن كذا. അതിൽപ്പെട്ടതാണ് ഇന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല, ഇന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഖൈറ് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള സംസാരം. അതും അല്ലാഹു അല്ലാത്തവരിലേക്ക് നിഅമത്തിനെ ചേർത്തി പറയലാണ്. وقال ابن قتيبة يقولون هذا بشفاعة آلهتنا. യഖൂലൂൻ, പല ആളുകൾ പറയായിരുന്നു, മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ പറയും, ഞങ്ങളുടെ ഇലാഹുകളുടെ ശഫാഅത്ത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഈ നിഅമത്ത് ഇവിടെ വന്നത്, ഈ ഖൈർ ഉണ്ടായത് ഞങ്ങളുടെ ഇലാഹുകളുടെ ശഫാഅത്ത് കൊണ്ടാണ്. قال وقال أبو العباس بعد حديث زيد بن خالد الذي فيه إن الله تعالى قال أصبح من عبادي مؤمن بي وكافر. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന ഖുദ്സിയായിട്ടുള്ള ഹദീസ്. ഈ ഹദീസ് നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ അടിമ, അല്ലാഹു തആല പറയുന്നു, എൻ്റെ അടിമ എന്നിൽ വിശ്വസിക്കുന്നവനായിരിക്കുന്നു, അതേപോലെ കാഫിറുമായിരിക്കുന്നു. അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ. അതെങ്ങനെയാണ്? ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച്, അല്ലാഹു തആലയാണ് മഴ വർഷിപ്പിച്ചത് എന്ന് വിശ്വസിച്ചത്, അവൻ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചിരിക്കുന്നു.
ആരാണോ നക്ഷത്രങ്ങളാണ് മഴ വർഷിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നത് അവൻ എന്നിൽ അവിശ്വസിച്ചിരിക്കുന്നു, നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ. الحديث وقد تقدم وهذا كثير في الكتاب والسنة يضم سبحانه من يضيف إنعامه إلى غيره ويشرك به. ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ആക്ഷേപിക്കുകയാണ്. നിഅമത്തുകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയുന്ന ആളുകളെയും അങ്ങനെ അതിൽ ശിർക്ക് ചെയ്യുന്നവരെയും അല്ലാഹു തആല ഈ ഹദീസിലൂടെ ആക്ഷേപിക്കുകയാണ്. طيب قال بعض السلف هو كقولهم. ചില സലഫുകൾ പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ പറയുന്നു, كانت الريح طيبة والملاح حاذقا ونحو ذلك مما هو جار على ألسنة كثير. كانت الريح طيبة. നല്ല കാറ്റ് നല്ലതായിരുന്നു. അതുപോലെ മല്ലാഹ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം കപ്പൽ ഓടിക്കുന്ന ആൾ, കപ്പിത്താൻ. അയാൾ നല്ല സ്കില്ലുള്ള ആളാണ്, കഴിവുള്ള ആളാണ്. ഇങ്ങനെയുള്ള സംസാരം ഒരുപാട് ആളുകൾ നാവിലൂടെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നു. അയൽ ലമ്മ യർകബൂൻ അൽ ബഹർ, കടലിലൂടെ സഞ്ചരിക്കുകയാണ് കപ്പലിൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുത്തു. അവർ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് അവരെത്തി. അപ്പൊ ആ കപ്പലിലുള്ള ആളുകൾ പറയാണ് കാനത്തിർ റീഹ് തയ്യിബ, കാറ്റ് നല്ലതായിരുന്നു. അത് പായക്കപ്പലാണ്. അപ്പൊ കാറ്റ് നല്ലതായതുകൊണ്ടാണ് നമ്മൾ വളരെ പ്രയാസമൊന്നുമില്ലാതെ ഈ സ്ഥലത്തെത്തിയത്, ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തെത്തിയത്. അല്ലെങ്കിൽ പറയും മല്ലാഹു ഹാദിഖൻ, കപ്പിത്താൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, നല്ല സ്കില്ലുള്ള ആളാണ്, അതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് പ്രയാസങ്ങളൊന്നുമില്ലാതെ എത്തിച്ചേർന്നതെന്ന് ആളുകൾ പറയും. ഹുവല്ലദീ വസ്സലന വകാന അസ്സുവാഖ്. കപ്പൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഏതെങ്കിലും നാട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, വണ്ടിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, വണ്ടി നല്ല ഉഷാർ വണ്ടിയാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എത്തി. അല്ലെങ്കിൽ ഡ്രൈവർ നല്ല ഡ്രൈവറാണ്, അതുകൊണ്ട് വേഗത്തിൽ പ്രയാസമൊന്നുമില്ലാതെ എത്തി. അതെല്ലാം നിയമത്തുകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയലാണ്. فهذا انتبه وهكذا بدون ان يقول هذا بفضل الله الحمد لله. ഇതൊന്നുമില്ലാതെ ഈ ഒരു ഡ്രൈവറെ മാത്രം പുകഴ്ത്തി പറയാ, ഡ്രൈവറുടെ കഴിവുകൊണ്ടാണ്, അല്ലെങ്കിൽ വണ്ടിയുടെ വണ്ടി ഉഷാറായതുകൊണ്ടാണ് എത്തിയത്, ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇതെല്ലാം നിഅമത്തുകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയലാണ്. നേരെ മറിച്ച് എന്താണ് പറയേണ്ടത്? ഹാദാ ബിഫദ്ലില്ലാ അൽഹംദുലില്ലാ. വൈദാ വസൽ, ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പറയാം അൽഹംദുലില്ലാ. വൈദാ വസല ഖാല അൽഹംദുലില്ലാ അലസ്സലാമ. സലാമത്തോടുകൂടി എത്തിയതിന്റെ ആ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുക. അല്ലെങ്കിൽ പറയാം ഹാദാ ബിഫദ്ലില്ലാഹി വറഹ്മതി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ടുമാണ്. അതിനുശേഷം പറയാം സുമ്മ ബിജുഹ്ദി ഫുലാൻ. അതിനുശേഷം പറയാം ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഡ്രൈവറുടെ പരിശ്രമം കൊണ്ട്, ഡ്രൈവറുടെ കഴിവുകൊണ്ട് എന്ന് പറയാം. ഇപ്പൊ ഏറ്റവും ആദ്യം അതിന് അല്ലാഹു തആലയിലേക്ക് ചേർത്തി പറയണം. അൽഹംദുലില്ലാ ഔ ഹാദാ ബിഫദ്ലില്ലാ സുമ്മ ബിജുഹ്ദി ഫുലാൻ. എന്നിട്ട് പറയാം സുമ്മ ഫി ഹദാഖതി ഫുലാൻ സുമ്മ ബിഹിർസി ഫുലാൻ. പിന്നെ അതിനുശേഷം പറയാം ഇന്ന അയാളുടെ ഉത്സാഹം കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഡ്രൈവിങ്ങിന്റെ സ്കില്ല് കൊണ്ട് എന്ന് പറയാം. طيب أي نعمة من الله سبحانه وتعالى حتى لو تسبب لها شخص فاضفها إلى الله أولا. ഏത് നിഅമത്താകട്ടെ, ഇനി അതിന് ഒരു വ്യക്തി തന്നെയാണ് ഹഖീഖായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സബബായിട്ടുള്ളതെങ്കിൽ പോലും ഏറ്റവും ആദ്യം അതിന് അല്ലാഹുവിലേക്കാണ് ഇളാഫത്ത് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം അല്ലാഹുവിലേക്ക് അത് ചേർത്തി പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഇൽമു തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? റസഖനി അല്ലാഹു ഇൽമൻ. അതേപോലെ തന്നെ സക്കാ, ബുദ്ധി, പഠിക്കാനും ഓർമ്മിക്കാനൊക്കെ ഉള്ള ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ അല്ലാഹു തആല തന്ന റസഖനി അല്ലാഹു സക്കാൻ, റസഖനി അല്ലാഹു സൗതൻ ഹസന. അല്ലാഹു തആല എനിക്ക് നല്ല ശബ്ദം നൽകി. അതുപോലെ റസഖക അല്ലാഹു ജമാലൻ, റസഖക അല്ലാഹു മാലൻ. അദിഫു ഇലല്ലാഹി സുബ്ഹാനഹു വ തആല വഹ്ദഹു. അല്ലാഹു തആലയിലേക്ക് മാത്രം ആ കാര്യത്തെ ഇദാഫത്ത് ചെയ്യണം. റസഖക അല്ലാഹു ഇൽമൻ വസകാഅൻ വസൗതൻ ഹസനൻ
വജമാലൻ വമാലൻ വല്ലാഹു ജഅലഹാ ഫിത്നഹ ലിബഅദിൻ നാസ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു നിഅമത്തായിക്കൊണ്ട് നൽകും. ഒരുപാട് നിഅമത്തുകൾ ഫിത്ന ആയിക്കൊണ്ട് അല്ലാഹു തആല നൽകും, പരീക്ഷണമായിക്കൊണ്ട്, അവരെ പരീക്ഷിക്കാൻ വേണ്ടി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിഅമത്തുകൾ അവരിൽ എടുത്തു കളയും. അപ്പം എന്തായിരിക്കും അവസ്ഥ? ഖാല വലൈൻ അദഖനാഹു റഹ്മതൻ മിന്നാ മിൻ ബഅദി ضراء മസ്സത്ഹു ലയഖൂലന്ന ഹാദാ ലി. ഒരുപാട് കഷ്ടത ഒക്കെ ബാധിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ നിന്ന് നൽകും, നിഅമത്തുകൾ നൽകും. അവനെന്ത് പറയും? ലയഖൂലന്ന ഹാദാ ലി, ഇതെന്റെ കഴിവുകൊണ്ടാണ്, എന്റെ ഇൽമു കൊണ്ടാണ് ഇതെനിക്ക് ലഭിച്ചതെന്ന് അവൻ പറയും. അത് അവൻ്റെതായിട്ട് അവകാശപ്പെടും. ലയഖൂലന്ന, തീർച്ചയായും അവൻ പറയും, ഹാദാ ലി, ഇതെനിക്ക് അവകാശപ്പെട്ട നിഅമത്താണ്, ഇതെന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാണ്, എന്റെ പരിശ്രമം കൊണ്ട് നേടിയെടുത്തതാണെന്ന് അവൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ നൽകും പരീക്ഷണമായിക്കൊണ്ട്. ഖാല വഇദാ മസ്സന്നാസ ദുർറുൻ ദഅഉ റബ്ബഹും മുനീബീന ഇലൈഹി ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون. എന്തെങ്കിലും ദുർറ് മനുഷ്യർക്ക് ബാധിച്ചാൽ അവർ അല്ലാഹു തആലയോട് വളരെ വിനയാനിതരായിക്കൊണ്ട് ദുആ ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല എന്നുള്ള എന്തെങ്കിലും റഹ്മത്ത് അവർക്ക് കൊടുത്താൽ അതിലൊരു വിഭാഗം ആളുകൾ എന്താണ് അല്ലാഹുവിൽ ശിർക്ക് ചെയ്യും. എങ്ങനെ? ആ നിഅമത്തിനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട്. فإذا مس الإنسان ضر دعانا ثم إذا خولناه نعمة منا. വേറൊരായത്ത് അല്ലാഹു തആല പറയണം, മനുഷ്യർ വല്ല ദോഷവും ബാധിച്ചു കഴിഞ്ഞാൽ ദഅാന, അവൻ നമ്മോട് പ്രാർത്ഥിക്കും. ثم إذا خولناه نعمة منا, പിന്നെ നമ്മുടെ അടുക്കൽ നിന്നുള്ള വല്ല നിഅമത്തുകളും അവൻ നാം പ്രദാനം ചെയ്താൽ അവൻ പറയുന്നത് ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, എൻ്റെ അടുക്കലുള്ള എൻ്റെ കയ്യിലുള്ള ഇൽമു കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നൽകപ്പെട്ടതാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ നിഅമത്ത് കിട്ടിയത്, എൻ്റെ ഇൽമു കൊണ്ട് എനിക്ക് കിട്ടിയ നിഅമത്താണ് എന്നവൻ പറയും. ബൽ ഹിയ ഫിത്നത്തുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. എന്നാൽ അത് നേരെ മറിച്ച് എന്താണ്? ഫിത്നയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കുന്നതാണ്, അധികം ആളുകൾ മനസ്സിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിനെ ഫിത്നയായിക്കൊണ്ട്, ഒരു പരീക്ഷണമായിക്കൊണ്ട് നൽകും. എന്തെങ്കിലും രോഗം ബാധിച്ചു, അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിഅമത്ത് നൽകി, അതിൽ നിന്നൊക്കെ മോചനം നൽകി, ആരോഗ്യം നൽകി, സിഹത്ത് നൽകി, ഖുവത്ത് നൽകി. ശം പറയാം, അത് എനിക്ക് എൻ്റെ ഇൽമു കൊണ്ട് നൽകപ്പെട്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ പരിശ്രമം കൊണ്ട് എനിക്ക് നൽകപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഫിത്നയായിക്കൊണ്ട് നൽകുന്നതാണ്. അതിന് തൊട്ടു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചവനായിരിക്കും, ദുആ ചെയ്തവനായിരിക്കും. പക്ഷേ നിഅമത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആലയോട് ദുആ ചെയ്തിട്ടില്ലാത്തവനെ പോലെ ആയിത്തീരും. ബൽ ഹിയ ഫിത്നത്തുൻ കബാദിൻ തുസ്ബിഹ നിഅമ അലൈഹി തുസ്ബിഹ മാദ ഫിത്ന. ഇപ്പൊ നിഅമത്ത് അത് നിഅമത്തായി മാറുന്നതിന് പകരം ഫിത്നയായി കൊണ്ടവന് മാറും. വലാകിൻ അക്തറഹും ലാ യഅലമൂൻ. طيب فإضافة النعمة إلى الله من كمال التوحيد وإضافة النعمة إلى غير الله من نقص التوحيد. ഇപ്പൊ നിഅമത്തുകൾ അല്ലാഹുവിലേക്ക് ചേർത്തി പറയാന്നുള്ളത് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. നിഅമത്തിനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയാന്നുള്ളത് തൗഹീദിന്റെ പോരായ്മയാണ്. يقول الإنسان في كل نعمة آتاه الله بفضل الله ورحمته. ഏതൊരു നിഅമത്താണ് അല്ലാഹു തആലയിൽ നിന്ന് വരുന്ന ഏത് നിഅമത്താണ് അല്ലാഹു തആലയിലേക്ക് അത് പറയണം, ചേർത്തി പറയണം. ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ടും എനിക്ക് നിഅമത്ത് ലഭിച്ചു എന്ന് പറയണം. قال النبي صلى الله عليه وسلم قال الله أصبح من عبادي مؤمن بكافر فأما من قال مطرنا بفضل الله ورحمته فذاك مؤمن بي وكافر بالكوكب وأما من قال مطرنا بنوع كذا وكذا فذاك كافر بي ومؤمن بالكواكب عياذا بالله. وأكثر من يزيغ بارك الله فيكم عن طلب العلم وعن السنة ممن في قلبه عجب وكبر. ഈ തലബുൽ ഇൽമിൽ നിന്നും അതുപോലെ സുന്നത്തിൽ നിന്നൊക്കെ അധികം ആളുകളും പിഴച്ചു പോകാൻ, അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകാനുള്ള ഏറ്റവും കൂടുതലുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തത്തിനോട് തോന്നുന്ന ഉജ്ബാണ്. സ്വന്തത്തിൽ ആശ്ചര്യപ്പെടുക, അത്ഭുതം കൂറുക.
അതുപോലെ തന്നെ കിബറു, അഹങ്കാരം. ഇതാണ് അധികം തുല്ലാബുലുകൾക്കും അതുപോലെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളുകൾക്കും സംഭവിച്ചിട്ടുള്ളത്. ഖൽബിൽ ഉജ്ബ് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. ഖൽബിൽ ഉജ്ബ് കയറി, അതായത് ആള് ചെയ്യുന്ന ഏത് കാര്യങ്ങളാകട്ടെ, ആളെന്താണ് ഖുർആൻ ഹിഫ്ളാക്കുന്നു, ഹാഫിളായി കഴിഞ്ഞു. അപ്പോൾ അവന് സ്വന്തത്തിനൊന്നും തോന്നുക ഞാൻ കുഴപ്പമില്ല, മോശമില്ല, ഖുർആനൊക്കെ ഹിഫ്ള് ചെയ്യുന്നുണ്ട്. ആ നിഅമത്തിനെ അവൻ സ്വന്തത്തിലേക്കാണ് ഇദാഫത്ത് ചെയ്യുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇദാഫത്ത് ചെയ്യുന്നില്ല. അപ്പോൾ ആ നിഅമത്തിനെ അല്ലാഹു തആല അവനക്ക് നൽകിയ നിഅമത്തായി കൊണ്ട് അവൻ മനസ്സിലാക്കുന്നില്ല, സ്വന്തത്തിലേക്കാണ് ഇദാഫത്ത് ചെയ്യുന്നത്. അതോടുകൂടി അവൻ സൈഗ് സംഭവിച്ച് പുറത്തു പോകും, മനസ്സിൽ പിഴവ് സംഭവിക്കും, മനസ്സ് പിഴച്ചു പോകും. സ്വന്തം നഫ്സിനോട് ഉജ്ബ് തോന്നിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സ്വന്തം ദക്കായിൽ ബുദ്ധി, ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റാളുകളെക്കാളും ബുദ്ധി കൊടുക്കും, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും ഫഹമിന്റെ കാര്യത്തിലും. പക്ഷെ ആ കാര്യത്തിൽ അവന് ഉജ്ബ് വന്നു കഴിഞ്ഞാൽ അവൻ പഴിച്ചുപോയി. അതേപോലെ തന്നെ ബാക്കിയുള്ള തുല്ലാബുലിമകൾ അവന് ചെറുതായി കാണുക, അവരെക്കാൾ അഫ്ളലായിട്ടുള്ള ഞാനാണ്, അവരെക്കാളും അക്ബറായിട്ടുള്ളത് ആള് ഞാനാണ് എന്ന് സ്വന്തത്തിൽ തോന്നിപ്പോവാം. ബാക്കിയുള്ളവരൊക്കെ സിഗാറുകളാണ്. അതേപോലെ തന്നെ അവനേക്കാളും ഇൽമും ഹിഫ്ളും ഒക്കെ ബുദ്ധിയൊക്കെ ഉള്ള ആളുകളുണ്ടാവും, അവരോടൊക്കെ അഹങ്കാരം കാണിക്കുക. അതല്ലെങ്കിൽ സമ്പത്തിന്റെ കാര്യത്തിൽ സമ്പത്തില്ലാത്ത ആളുകളോട് അവരെ കുറച്ച് കാണുക. അത്തരത്തിലുള്ള ആളുകൾ സുന്നത്തിന്റെ കാര്യത്തിലോ തൊലബിലിന്റെ കാര്യത്തിലോ തൗഫീഖ് നൽകപ്പെടുന്നതല്ല. വമൻ മുഫ്ഫിഖ മിൻഹും അയ്യാമു യസീഖു ബഅദ ദാലിക. ഇനി അവരുടെ കൂട്ടത്തിൽ തന്നെ ഇതിന് തൗഫീഖ് നൽകപ്പെട്ട ആളുകൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പഴിച്ചു പോകുന്ന കാണാം. അബ്ദുള്ള അൽ ഖസീമി സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന പണ്ഡിതനാണ്. 1990, 96, 907, 96 കാലഘട്ടത്തിൽ ജീവിച്ച സൗദി അറേബ്യയിലുള്ള പണ്ഡിതനാണ് അൽ ഖസീമി, അറിയപ്പെട്ട ആളാണ്. മുഅല്ലിഫായിരുന്നു, കിതാബുകൾ എഴുതുന്ന ആളാണ്, ആലിമാണ്. സൗദി അറേബ്യയിൽ ജനിച്ച ആളാണ്. ഷിയാക്കൾക്കെതിരൊക്കെ റദ്ദുകൾ എഴുതിയിരുന്ന ആളാണ്. പക്ഷെ പിന്നീട് സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി, കാഫിറായി തീർന്നു. അവസാനം ഈ ഷിയാക്കൾക്ക് എതിരെ റദ്ദ് ചെയ്തിരുന്ന വ്യക്തി ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആളാണ്. ഇസ്ലാമിനെതിരെ കിതാബ് എഴുതി, അഗ്ലാൽ ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞ കിതാബ്. അഗ്ലാൽ എന്ന് പറഞ്ഞ ചങ്ങലകളാണ്, ഇസ്ലാമിലെ ചങ്ങലകൾ. ഇസ്ലാം എന്ന് പറഞ്ഞ ദുൽമാണ് എന്ന് പറയുന്ന കിതാബ് എഴുതിയ ആൾ. അങ്ങനെ അയാളുടെ മുൻകാലത്ത് എഴുതിയിരുന്ന ചില കവിതകളിലും മറ്റൊക്കെ ആസാറിലൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു അയാൾ സ്വന്തത്തിൽ ഉജ്ബ് കാണിച്ചിരുന്നു, സ്വന്തത്തിൽ അത്ഭുതം കൂറിയിരുന്ന വരികൾ, ചില വരികളിലൊക്കെ അത് കാണാമായിരുന്നു. ഞാൻ ഇമാമാണ്, മുഅദ്ദമായിട്ടുള്ള ഇമാമാണ് എന്നുള്ള നിലക്കൊക്കെ ആൾ സംസാരിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു. കിബ്ർ വഉജ്ബ് ബിനഫ്സിഹി ഫല്ലദീ ഫീ ഖൽബിഹി കിബ്റുൻ ഔ ഉജ്ബുൻ ബിനഫ്സിഹി ലാ യുളീഫു അൻ-നിഅമ ഇലല്ലാഹ് തജിദുഹു ലാ യുവഫഖ് ബിൽഖൈർ. സ്വന്തം കൽബിൽ കിബറും അതുപോലെ തന്നെ സ്വന്തത്തിൽ അത്ഭുതം കൂർന്നൊക്കെ സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള നിഅമത്തുകൾ അവനിലേക്ക് ചേർത്തി പറയുന്നില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഖൈറിന്റെ കാര്യത്തിൽ തൗഫീഖ് നൽകുന്നതല്ല. അപ്പൊ അത് രണ്ടും, സ്വന്തത്തിൽ അത്ഭുതം കൂറലും അതുപോലെ തന്നെ അതിൽ വഞ്ചിതരാകലും കിബറും തനിക്ക് ലഭിച്ച നിഅമത്തുകൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതെന്ന് അവനെ തടയും. അവൻ പറയും എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ ഹിർസ് കൊണ്ടാണ് എനിക്കിങ്ങനെ ആകാൻ സാധിച്ചെന്നവന് അവകാശപ്പെടും. അതുകൊണ്ടാണ് ഉലമാക്കൾ കിതാബു തൗഹീദിൽ ഇതിന്റെ ബാബ് കൊടുത്തിട്ടുള്ളത്. നിഅമത്തുകളെ അല്ലാഹു തആലയിലേക്ക് ഇദാഫത്ത് ചെയ്യുക എന്നുള്ള ബാബ് കൊടുക്കാനുള്ള കാരണം അവസാനം ഈ പറഞ്ഞ ആളുടെ അവസ്ഥ പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയിലായിത്തീരും. പിന്നെ സബബ് ശറഈ ആയിട്ടുള്ള സബബ് വേറെ തന്നെയാണെങ്കിലും അതിന്റെ ആ നിയമത്തിനെ
അള്ളാഹുവിലേക്കാണ്, അള്ളാഹു ഇല്ലാത്തവരിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. അള്ളാഹുവിലേക്കാണ് ചേർത്തി പറയേണ്ടത്. അലിഫാ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല ഫഹുവല്ലദീ ഖലഖ സബബ്. കാരണം അള്ളാഹു തആലയാണ് ആ സബബിനെ സൃഷ്ടിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സബബിനെ സൃഷ്ടിച്ചത്. നിനക്ക് ഹിഫ്ളുണ്ട്, അതുപോലെ തന്നെ നിനക്ക് അതിനുള്ള ഖുവ്വത്തുണ്ട്. ആ ഖുവ്വത്തും ആ ബുദ്ധിയും നിനക്ക് ഓർമ്മയും നിനക്ക് തന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ആ സബബിനെ സൃഷ്ടിച്ചത് അള്ളാഹു തആലയാണ്. ആരാണ് നിനക്ക് ഇൽമു തന്നിട്ടുള്ളത്? അള്ളാഹു തആലയാണ്. അപ്പൊ ആ ഇൽമിനെ, അതിന്റെ സബബിനൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇൽമിന്റെ കാര്യത്തിൽ നിനക്ക് തൗഫീഖ് നൽകിയത്, ഇൽമു പഠിക്കാനും. അതേപോലെ തന്നെ മനില്ലദീ ഇഖ്താറക മിൻ ബൈനൽ മലായിൻ നാസൻ തകൂന താലിബൽ ഇൽം. ജാഹിലീങ്ങളായിട്ടുള്ള മില്യൺ കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിനക്ക് ഇൽമു പഠിക്കാൻ, നിന്നൊരു താലിബുൽ ഇൽമാക്കി മാറ്റിയത്. ആ ഇൽമു പഠിക്കാനുള്ള തൗഫീഖ് നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു തആലയാണ് അതിന്റെ സബബ്, അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, സബബിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫലാ ദാഇ അൻ തുഅജിബ് ബിനഫ്സിക. അതുകൊണ്ട് സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറേണ്ട യാതൊരു കാര്യവുമില്ല, സ്വന്തം നഫ്സിൽ വഞ്ചിതരാകേണ്ട കാര്യവുമില്ല. അതേപോലെ തന്നെ ജനങ്ങളോടതിൽ കിബ്ർ കാണിക്കുകയും വേണ്ട. ഇനി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ദ്വാല്യങ്ങളായ, പറ്റ പഴിച്ചുപോയ ആളുകളാണ്. അതുപോലെ തന്നെ ജാഹിലീങ്ങളായ ആളുകൾ. അവരോടും നിന്റെ ഇൽമ കൊണ്ട് നീ കിബ്ർ കാണിക്കാൻ പാടില്ല. അവരോട് പോലും നിന്റെ ഇൽമ കൊണ്ട് നീ കിബ്ർ കാണിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ആളുകളെ സംബന്ധിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നിഅമത്ത്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. അല്ലാഹു തആല ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത്. അവരെന്താണ് പറയുക സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ? അവർ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അതാണ് സ്വർഗത്തിലെ ആളുകളുടെ സംസാരം. അല്ലാഹു തആല അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പറയും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി. അല്ലദീ ഹദാനാ ലിഹാദാ, ഞങ്ങളെ ഈ വഴിയിലേക്ക്, നേർവഴിയിലേക്ക് നയിച്ചിട്ടുള്ള അല്ലാഹുവിനാണ് സർവസ്തുതി. ലൗലാ അൻ ഹദാനല്ലാഹ് വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴിയിലാകുമായിരുന്നില്ലെന്ന് അവർ പറയും. തയ്യിബ്. ഇലാഹുനാ സുബ്ഹാനക വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. قول علي بن أبي طالب حدثوا الناس بما يعرفون أتريدون أن يكذب الله ورسوله. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളോട് പരിചിതമായ കാര്യങ്ങൾ സംസാരിക്കുക.